ഹലോ എവരി വൺ. നമുക്കറിയാം റമദാൻ മാസം വരാനായി. സോ റമദാൻ മാസത്തിൽ നിങ്ങളുടെ മീൽ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് ഞാനൊരു ഓവറോൾ ഐഡിയ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ നോമ്പ് തുറന്നതിന് ശേഷമായിരിക്കും അധികം ആൾക്കാരും വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നവർ നോമ്പ് തുറന്ന ഉടനെ നിങ്ങൾ ഒരു കപ്പ് യോഗട്ട് എടുക്കുക. അതിൻ്റെ അപ്പുറം തന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതിപ്പം പപ്പായ, ഷമാമ്, വാട്ടർമെലൺ അങ്ങനത്തെ ഫ്രൂട്ട്സ് മാക്സിമം സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 2-3 ഡ്രൈ ഡേറ്റ്സ്, നോർമൽ ഡേറ്റ്സ് വേണ്ട ഡ്രൈ ഡേറ്റ്സ്, ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനും ആഡ് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് മീൽ നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഫസ്റ്റ് മീൽ ഇൻടേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 20 മിനിറ്റ്സിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവുക. ഒരു 40 മിനിറ്റ്സ് വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒരു 10 to 20 മിനിറ്റ്സ് ഓഫ് കാർഡിയോ നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് വന്നാൽ നിങ്ങളുടെ നെക്സ്റ്റ് മീൽ നിങ്ങൾക്ക് കഴിക്കാം. നെക്സ്റ്റ് മീൽ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു കാപ്പ് സോസ് ആയിട്ട് ഒന്നിക്കെങ്കിലും ബ്രൗൺ റൈസ് എടുക്കാം. ബ്രൗൺ റൈസ് ആകുമ്പോൾ ഒരു 250 ഗ്രാം ഓഫ് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഒരു 200 ഗ്രാം ഓഫ് ബ്രൗൺ റൈസ്. അത് നിങ്ങളുടെ ഗോളിനനുസരിച്ച്, വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ അതിനനുസരിച്ച് നിങ്ങൾ അത് പ്ലാൻ ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കേണ്ട കാര്യം പ്രോട്ടീൻ ഇൻടേക്ക്. പ്രോട്ടീൻ ഇൻടേക്ക് നിങ്ങൾക്ക് ഒന്നിക്കെങ്കിലും ചിക്കൻ ത്രൂ കൊടുക്കാം, ബീഫ് കൊടുക്കാം, അല്ലെങ്കിൽ ഫിഷ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഇതൊന്നും പറ്റുന്നില്ല, നിങ്ങൾക്കൊരു നോൺ വെജ് ഐറ്റം വേണ്ട, വെജ് ആണ് വേണ്ടതെങ്കിൽ പനീർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കിഡ്നി ബീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ചെന നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ലെൻറ്റിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 250 ഗ്രാം വരെ യൂസ് ചെയ്യാം. നിങ്ങൾ ബീഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 ഗ്രാം യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ പനീറാണ് യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്കൊരു 100 ഗ്രാം, ഫിഷ് ആണെങ്കിൽ ഒരു 150 to 180 ഗ്രാം. ഇനി അതിൽ ലെൻറ്റിൽസും ചെനയൊക്കെ പോലത്തെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 50 to 80 ഗ്രാംസ് ഓഫ് വരെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ അപ്പുറം കുറച്ച് സലാഡിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഓണിയൻ, ലെച്ചൂസ്, പിന്നെ നിങ്ങളുടെ ടൊമാറ്റോ, ക്യാരറ്റ്, കുക്കുംബർ, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് മീൽ, 3 മീൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 3 മീൽ പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ മീൽ ഓവർനൈറ്റ് സോക്ക് ഓട്സ് ചെയ്യാൻ ശ്രമിക്കുക. ഓവർനൈറ്റ് ഓട്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കംപ്ലീറ്റ് ഡേ ഫുൾനെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് സെലക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഓട്സ് എടുക്കുക, ഒരു 100 to 100 അല്ലെങ്കിൽ ഒരു 50 to നിങ്ങളുടെ ഗോൾ പോലെ തന്നെ. നിങ്ങൾക്ക് ഇപ്പം വെയിറ്റ് ലോസ് ആണെങ്കിൽ ഒരു 30 ഗ്രാം ഒക്കെ മതിയാവും. നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ആണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു 100 ഗ്രാം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലസ് അതിലൊരു 5 ആൽമണ്ട്സ്, ഒരു 2 വാൾനട്ട്, പ്ലസ് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീന്, പ്ലസ് വാട്ടർ ചെയ്തിട്ട് നിങ്ങൾ രാത്രി സോക്ക് ചെയ്ത് വെക്കുക. ഒരു 10 ബ്ലൂബെറി ആഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ രാവിലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അതാ